വയനാട് ദുരന്തത്തിലൊക്കെയും നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വസിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ ആശ്വസിക്കാൻ കഴിയൂ. ഒരു വിശ്വാസിക്ക് മാത്രമേ അത് സാധ്യമാവും. മറ്റുള്ളവർക്കൊക്കെയും നഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ നേടിയെടുത്തതാണ്. അന്ന് മരിച്ചുപോയ കുഞ്ഞുമക്കളില്ലേ, ആ കുഞ്ഞുമക്കളൊക്കെയും ദൈവത്തിന്റെ സ്വർഗീയമായ പൂങ്കാവനത്തിലേക്കാണ് അവർ പ്രവേശിച്ചത് എന്നുള്ള ചിന്തയുണ്ടല്ലോ. അത് ആ രക്ഷിതാക്കൾക്ക് നൽകുന്ന, നമുക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസമുണ്ട്, ഒരു വലിയ ആശ്വാസം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഗാസയിലൊക്കെ മരിച്ചു വീഴുന്ന കുട്ടികൾ, 4 മക്കളെയും ഈ ഇസ്രായേലിന്റെ ക്രൂരന്മാര് കൊന്നൊടുക്കിയപ്പോ ആ 4ാമത്തെ മകന്റെയും ശവശരീരം എടുക്കുമ്പോ ചിരിക്കുന്ന ഒരു ഉമ്മയുടെ മുഖം നിങ്ങളൊക്കെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം വളരെയധികമായിട്ട് ആ മുഖം നമ്മൾ കണ്ടതാണ്. അവരുമായിട്ട് ഈ നമ്മുടെ മീഡിയ പേഴ്സൺസ് സംസാരിക്കുന്നുണ്ട്. അവരോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നത്? വാവിട്ട് കരയേണ്ടതിന് പകരം എങ്ങനെയാണ് നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് ഈ മോനെ യാത്രയാക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞ ഉത്തരം എന്താ അറിയോ? ഞാൻ വിശ്വാസിയാണ്. എന്റെ 4ാമത്തെ മകനെയും ഞാൻ നൽകിയിരിക്കുന്നത് സ്വർഗീയമായ പൂങ്കാവനത്തിലേക്കാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു ഉമ്മ. അതാ വിശ്വാസം എന്ന് പറയുന്നത്. കഴിയോ നമുക്ക്? നമ്മൾ ഈ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ആചാരങ്ങളല്ല. നോമ്പ് നോക്കലും നിസ്കരിക്കലും ഹജ്ജ് ചെയ്യലും അല്ല നമ്മുടെ മതം എന്ന് പറയുന്നത്. അത് ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയത്. അത് മതത്തിന്റെ അനിവാര്യമായ കർമ്മങ്ങളാണ്, സംശയമില്ല. അതിനപ്പുറം നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്, ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ജീവിതം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത്, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാനുള്ള ശക്തി പ്രവാചക തിരുമേനി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിൽ നിരന്തരമായിട്ട് നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചാ? കഴിഞ്ഞു പോയ ദുരന്തങ്ങളെ ഓർത്തോ, കഴിഞ്ഞു പോയ വിഷമങ്ങളെ ഓർത്തുകൊണ്ടോ കരയാനല്ല പറയുന്നത്. വരാനിരിക്കുന്ന നാളുകളെ കുറിച്ചോർത്ത് ആശങ്കപ്പെടാനല്ല പറയുന്നത്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. എല്ലാം ദൈവത്തിൽ അർപ്പിക്കാനാണ്. അങ്ങനെ ദൈവത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന ചെറിയ ദുഃഖങ്ങൾ, നമ്മളൊക്കെയും ദുഃഖങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, അതൊക്കെ ചെറിയതാണ്. നമുക്ക് അപ്പോഴേ മനസ്സിലാവും. നമ്മൾ സാധാരണ നമ്മുടെ മതപ്രസംഗ വേദികളിലൊക്കെയും പറയാറുള്ളത് പ്രവാചക കാലഘട്ടത്തിലെ പലരും അനുഭവിച്ച രോദനങ്ങളെ കുറിച്ചാണ്, ദുരന്തങ്ങളെ കുറിച്ചാണ്, പീഡനങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് ചുറ്റുമൊന്ന് നോക്കിയാൽ മതി. അതേപോലെയുള്ള പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും, സഹോദരിമാരെ കാണാൻ കഴിയും. പക്ഷെ അവർക്കൊക്കെ ഉണ്ടല്ലോ, പ്രവാചക കാലഘട്ടത്തിൽ ഏതുപോലെയാണോ സഹാബി വര്യന്മാര് ആ ദുരന്തത്തിനെയൊക്കെയും അഭിമുഖീകരിച്ചത്, അതേപോലെ തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഇന്ന് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂടെയുണ്ട്. ആ കൂടെ ഉണ്ടാകുമ്പോഴുള്ളത് ഈ വിശ്വാസം കൊണ്ട് മാത്രമാണ്. എനിക്ക് പ്രിയപ്പെട്ട റാഷിദ് അലിയോട് പറയാനുള്ളത്, ഏത് സ്ഥലത്തെത്തിക്കഴിഞ്ഞാലും, ഏത് ഉന്നതങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ, കാരണം റാഷിദ് അലിക്ക് ലഭ്യമാകുന്ന ഏതൊരു പോസ്റ്റും ഇന്ത്യയിലെ ഉയർന്ന പോസ്റ്റാണ്. ഏതൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഉയർന്ന പോസ്റ്റാണ്. അത് ഇപ്പോൾ റെയിൽവേയിലാണ് ലഭ്യമായിരിക്കുന്നത്. റെയിൽവേയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്കാണ് റാഷിദ് അലി പോകുന്നത്. ഏത് ഉയർന്ന പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാലും വിശ്വാസത്തിന്റെ ഈ ധാര മുറുകെ പിടിക്കാൻ കഴിയണം. അവിടെയാണ് ഈ വിശ്വാസത്തിന്റെ ഈ ധാര എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കർമ്മങ്ങളിൽ ഒതുക്കുകയല്ല, അത് ജീവിതത്തില് നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ കഴിയണം. അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് സമൂഹത്തിനും രാജ്യത്തിനും സമുദായത്തിനും വേണ്ടിയിട്ട് നമുക്ക് വല്ലതുമൊക്കെ ചെയ്യാൻ കഴിയുക. അത് കൃത്യമായിട്ട് ആ ഒരു ബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ കഴിഞ്ഞ ദിവസവും ഫറൂഖ് കോളേജിൽ പഠിച്ച് ഒരു ഇഡ്ഡലി കച്ചവടം, നിങ്ങൾക്കറിയോ? ഇഡ്ഡലി കച്ചവടം എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിരി വരും. ഇഡ്ഡലി എങ്ങനെ കച്ചവടം ചെയ്യാം? ഇഡ്ഡലി കച്ചവടം നടത്തിയിട്ട് കോടീശ്വരനായ ഒരു വ്യക്തിയുണ്ട്, PC മുസ്തഫ. വയനാട്ടുകാരനാണ്. ഒരു സാധാരണ വാപ്പായുടെയും ഉമ്മായുടെയും മകൻ. ഫറൂഖ് കോളേജിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇഡ്ഡലി കച്ചവടം നടത്തിയ മുസ്തഫ ഇന്ന് 4000 കോടിയുടെ ആസ്തിയുള്ളവനാണ് മുസ്തഫ. ആ മുസ്തഫയായിട്ട് പലപ്പോഴും ഞങ്ങൾ കോളേജിൽ വെച്ച് തന്നെ മുസ്തഫയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ മുസ്തഫ പറഞ്ഞ കാര്യം എന്താ അറിയോ? അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. എന്റെ വിജയത്തിന് പിന്നിൽ ഒറ്റ കാര്യമുള്ളൂ. എന്താണ് ഒറ്റ കാര്യം എന്ന് പറയുന്നത്? ചെന്നൈയിലാണ് ആദ്യമായിട്ട് ഈ മുസ്തഫ ഈ ഇഡ്ഡലി കച്ചവടവുമായിട്ട് പോയത്. ചെന്നൈയിൽ, മദ്രാസിൽ പോയിട്ട് 7 വർഷത്തോളം മദ്രാസിൽ ഇഡ്ഡലി കച്ചവടം ചെയ്തു. ഈ 7 വർഷവും ഇഡ്ഡലി കച്ചവടം ചെയ്തപ്പോൾ മുസ്തഫക്ക് നേരിടേണ്ടി വന്നതെന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഇഡ്ഡലി കച്ചവടക്കാരുമായിട്ടാണ്. നമുക്കറിയാം, തമിഴ്നാടാണ് ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില കുറഞ്ഞ അരി, ഏറ്റവും മോശപ്പെട്ട അതിന്റെ മറ്റ് ചേരുവകൾ, അതൊക്കെയാണ് അവർ വാങ്ങിക്കുക. എന്നിട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമായ കാര്യങ്ങൾ അവർ ഉച്ചേർക്കുകയും ചെയ്യും. അങ്ങനെ അവർ വെക്കുന്ന ഇഡ്ഡലിക്കായിരുന്നു മുസ്തഫയുടെ ഇഡ്ഡലിയേക്കാൾ കൂടുതൽ നാട്ടുകാരുടെ സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ മുസ്തഫ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ മുമ്പിൽ 2 വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, 2 വഴി മാത്രം. ഒന്നുകിൽ ഈ കച്ചവടം നിർത്തുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് കൂടെ കച്ചവടം ചെയ്ത് വിജയിക്കുക. അവർ ചെയ്യുന്നത് പോലെ മനുഷ്യന് ഹാനികരമാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെയും കൊടുത്തിട്ട്
അത് അത്തരം കച്ചവടം നടത്തിയിട്ട് വിജയിക്കാം, അതൊരു മാർഗം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഈ കച്ചവടത്തിനെ നിർത്തിക്കൾ 7 വർഷത്തെ അധ്വാനവും അതിനുവേണ്ടി ചെലവഴിച്ച സമയവും അതിനുവേണ്ടി ചെലവഴിച്ച സമ്പത്തും എല്ലാം നഷ്ടപ്പെടട്ടെ എന്ന് വിചാരിക്കുക. നമുക്ക് വിചാരിക്കാൻ കഴിയും? നമ്മൾ സാധാരണയായിട്ട് തിരഞ്ഞെടുക്കുന്ന വഴി ഏതായിരിക്കും? ഞാൻ പറഞ്ഞ ഒന്നാമത്തെ വഴിയായിരിക്കും. അവരോട് മത്സരിക്കാൻ അവരെ പോലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് മനുഷ്യന് ഹാനികരമായ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുക. മുസ്തഫ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത്, സന്തോഷം കൊണ്ട് കരഞ്ഞത് അത് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞപ്പോഴാണ്. ഏത് തീരുമാനം? മദ്രാസിലെ ഇഡ്ഡലി കച്ചവടം ആ പ്ലാന്റ് തന്നെ പൂട്ടണം എന്ന് തീരുമാനിച്ചപ്പോൾ. എന്തിനാ കരഞ്ഞതെന്നറിയോ? സന്തോഷം കൊണ്ട്. ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ എന്റെ റബ്ബ് എനിക്ക് തീർച്ചയായിട്ടും ധൈര്യം തന്നല്ലോ, അതാ സന്തോഷവും. ഇത് കഴിഞ്ഞ ദിവസം മുസ്തഫ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചതറിയോ? ബാംഗ്ലൂർ IIM-ൽ, ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ വിദ്യാർത്ഥികളോടാണ് മുസ്തഫ ഇതേ കാര്യം വർഷങ്ങൾക്ക് ഇപ്പുറവും സംസാരിച്ചത്. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ധൈര്യം നൽകിയത് അതാണ്. ഏത് ധൈര്യം? ഇത്തരത്തിലുള്ള കോംപ്രമൈസിന് തയ്യാറാവാതെ ഈ കച്ചവടം നിർത്തണോ? അങ്ങനെയുള്ള കുട്ടികളൊക്കെയാണ് വിജയത്തിലേക്ക് പോകുന്നത്. ഇന്ന് 7 രാജ്യങ്ങളിലായിട്ട് 50,000 സെന്ററുകളാണ് മുസ്തഫയുടെ ഇഡ്ഡലിക്ക് വേണ്ടിയുള്ളത്. അപ്പൊ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വളരെ സാധ്യതയുള്ള മക്കള്. അതിന് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എന്നാൽ ഈ മൂല്യബോധം. മുസ്തഫ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പലിശ എടുത്തുകൊണ്ട് കച്ചവടം നടത്താൻ കഴിയുന്ന ഒരു അവസരം വന്നിരുന്നു, ഞാൻ അതും നിഷേധിച്ചതാണെന്ന് മുസ്തഫ പറഞ്ഞു. ഞാൻ അതും നിഷേധിച്ചതാണ്. ഈ മുസ്തഫ എന്ന് പറയുമ്പോൾ ഏതോ നൂറ്റാണ്ട് ജീവിച്ച ആളൊന്നല്ല. ഫറൂഖ് കോളേജിൽ ഞങ്ങളുടെ വിദ്യാർത്ഥിയായിട്ടുണ്ടായിരുന്ന മുസ്തഫയാണ്. വയനാട്ടുകാരനാണ്. ഒരു സാധാരണ ഉമ്മയ്ക്ക്, ഒരു സാധാരണ ബാപ്പയ്ക്ക് ജനിച്ചവനാണ്. അവനെ ഈ ബാംഗ്ലൂർ IIM-ലെ വിദ്യാർത്ഥികളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്റെ ഉമ്മയും എന്റെ ബാപ്പയും എന്നെ വളർത്തിയത് അവരുടെ ഭക്ഷണം അത് വെട്ടിക്കുറച്ചുകൊണ്ടാണ്. ദിവസവും 3 നേരം കഴിക്കേണ്ടതിന് പകരം അവർ പലപ്പോഴും 1 നേരം കഴിച്ചുകൊണ്ട് ആ പൈസ എനിക്ക് വേണ്ടി നീക്കി വെക്കുകയായിരുന്നു. ഇതാണ് മുസ്തഫ എന്ന് പറയുന്നത്. ഇന്ന് 4000 കോടിയിലേറെ ആസ്തിയുള്ള നമ്മുടെ ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു ഓണ്ടർപ്രണറായി മാറിയിട്ടുള്ള ആളാണ് മുസ്തഫ. അപ്പൊ ഞാൻ പറയുന്നത് ഈ മതമൂല്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. മുഹീസ് അതിനു വേണ്ടിയുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചപ്പാട് അതാണ്. മതം എന്ന് പറയുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് വളരെ വികലമായ ചിന്തകളാണ് നമുക്ക് പോലും ഉള്ളത്, അതേപോലെ നമുക്ക് പുറത്തുള്ളവർക്കുള്ളത്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. മതം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികൾക്കെതിരായിട്ട്, സമൂഹത്തിനെതിരായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനുള്ളതല്ല, അതിനെയൊക്കെയും കൂട്ടിപ്പിടിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് വേണം. തീർച്ചയായിട്ടും ഈ ഒരു മൂല്യബോധം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഹമ്മദ് കുട്ടി മാഷുടെ മകന് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അഹമ്മദ് കുട്ടി ഈ മൂല്യങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. അതെനിക്കറിയാവുന്നതാണ്. നമ്മൾ പുറത്തു നിന്ന് ആൾക്കാരെ കാണുമ്പോഴല്ല, അല്പം കൂടെ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് നമ്മൾ ആളെ തിരിച്ചറിയാൻ കഴിയുക. തീർച്ചയായിട്ടും അതുകൊണ്ട് അഹമ്മദ് കുട്ടി മാഷുടെ മകന് ഈ ഒരു മൂല്യബോധം ഉണ്ടാവും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് ഈ വേദിയിൽ അപേക്ഷിക്കാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്, ഓർമ്മിപ്പിക്കാനുള്ളത് ഈ മൂല്യബോധത്തോടുകൂടെ മാത്രം ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. എവിടെ എത്തിച്ചേർന്നാലും ഈ മൂല്യങ്ങൾ, താൻ അഭ്യസിച്ചിരിക്കുന്ന, പഠിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.